ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ഇന്ദ്രനോട് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ദ്രൻ ഒന്ന് ഞെട്ടിയിട്ട് ചോദിക്കുകയാണ്, അല്ല സാർ എന്ന് പറയുമ്പോൾ നീ എന്താ മനസ്സിൽ കുറുക്കുന്നത് എന്ന് ചോദിച്ച ഉടൻ തന്നെ പറയാണ്, അതെ എൻ്റെ അമ്മയെ നിങ്ങൾ അംഗീകരിക്കണ്ടേ. അപ്പോൾ ഗോകുൽ പറയാണ്, അതൊന്നും കുഴപ്പമില്ല ഇന്ദ്ര, നീ എങ്ങനെയെങ്കിലും നിൻ്റെ അമ്മയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഈ വിവാഹം നടത്താൻ നോക്കി എന്ന് പറയട്ടോ. ഇതേ സമയം ഇന്ദ്രൻ ശരി ഞാൻ പറഞ്ഞോളാം എന്നാൽ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് അവർ വേർപിരിയുന്നു കേട്ടോ. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. തൻ്റെ മകനെയും കാത്ത് സുശീല നോക്കിയിരിക്കുകയാണ്. സുധനും മകളുമായുള്ള വിവാഹം നടത്താം. അങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ അമ്മേ, ഞാൻ ഇന്ന് രാവിലെ അമ്മയോട് സംസാരിച്ച് വളരെ മുഷിഞ്ഞോ എന്ന് പറയുന്നുണ്ട്. കാരണം അമ്മ ആ വീട്ടിൽ അർഷയുടെ വെട്ടുവേലക്കാരിയായി അവിടെ നിൽക്കുന്നു എന്നൊക്കെ സത്യം പറഞ്ഞപ്പോൾ അത് സഹിച്ചില്ല. അതൊന്നും കുഴപ്പമില്ലടാ, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അമ്മമാർ ക്ഷമിക്കില്ലേ, അത്രയേ ഉള്ളൂ, അത്രയേ ഞാൻ കരുതുന്നുള്ളൂ, അതിലൊന്നും പ്രശ്നമില്ല എന്നുള്ള വാക്കുകളൊക്കെ തിരിച്ചും മറിച്ചും പറയുന്നു കേട്ടോ. അങ്ങനെ തൻ്റെ കാര്യം നേടാനുള്ള ആ പറച്ചിലാണെന്ന് ഇന്ദ്രന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ദ്രനും തൻ്റെ അമ്മയുടെ മുന്നിൽ ഇക്കാര്യം വെളിപ്പെടുത്താനാണ് താനും അമ്മയുടെ മുന്നിൽ തലകുനിക്കുന്നത് എന്ന് ഇന്ദ്രനും ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എന്തായാലും മക്കൾ തെറ്റ് ചെയ്തു, അത് തിരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ, എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നിന്നോടൊരു കാര്യം പറയാനും കൂടി ഞാൻ വന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദ്രൻ പറയാണ്, അമ്മേ എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അമ്മ അങ്ങോട്ടേക്കൊന്നും പോകണ്ട, ആരുടെയും വീട്ടുവേല അമ്മ ചെയ്യുകയും വേണ്ട, ഇവിടെ അമ്മയെ സഹായിക്കാൻ സോനയും ഉണ്ടല്ലോ, സോനയും അമ്മയും കൂടി എങ്ങനെയെങ്കിലൊക്കെ നല്ലപോലെ ജീവിച്ചാൽ മതി, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നവിടെ പറയുമ്പോൾ സോന കേട്ടുവരികയാണ് കേട്ടോ. അപ്പോൾ തന്നെ കെട്ടിച്ചവളുടെ വീട്ടിലാണ് നിൽക്കേണ്ടത്, അല്ല പെമ്മക്കൾ എൻ്റെ വീട്ടിലല്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ എന്താ അമ്മ എന്തെങ്കിലും കാര്യം പറയാനുള്ള പുറപ്പാടാണോ, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു, നീ ഉള്ളിടത്ത് ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് സുശീല പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രനോട് സോന പറയാണ്, അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അമ്മ എന്നോട് മാത്രമാണ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, ആ സുധൻ്റെ മകളുടെ ജാതകം ദോഷം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നോ മുടങ്ങിയെന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സുധനുമായി സംസാരിക്കുന്ന ഇന്ദ്രട്ട കേൾക്കെന്നെ വേണമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, നീ അത് മൈൻഡാക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം പിന്നീട് ഇന്ദ്രൻ ഇക്കാര്യം എങ്ങനെയെങ്കിലും വെളിപ്പെടുത്തണമല്ലോ. ഇതേ സമയം സുധനെയാണ് കാണിക്കുന്നത്. പ്രതിഭ അങ്ങനെ പാത്രം കഴുകുന്നു. അപ്പോൾ സുധൻ വരികയാണ്, മോളെ ഈ വിവാഹം മുടങ്ങി എന്ന് ഉള്ളതിൽ നിനക്ക് വിഷമമുണ്ടോ, അച്ഛനൊരു സമാധാനത്തോടു കൂടി ഇരിക്കുകയായിരുന്നു, അപ്പോഴായിരുന്നു ഇങ്ങനെ ഒന്ന്, അതെന്താ അച്ഛന് ഞാൻ ഇത്ര വലിയ ബാധ്യതയായിട്ടല്ല, പെമ്മക്കൾ കെട്ടിച്ചു വിടുക എന്നുള്ളത് അച്ഛൻ്റെ ഉത്തരവാദിത്തമല്ലേ, എത്രയായാലും കെട്ട് കഴിയുമ്പോൾ ഒരു സമാധാനമാണ്, ഒരു കണക്കിന് ഈ വിവാഹം മുടങ്ങിയതും നന്നായി, ചില കാര്യങ്ങൾ അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്താ അച്ഛൻ പറഞ്ഞു വരുന്നത്, അല്ല നീയും സത്യമായിട്ടുള്ള വിവാഹം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈശ്വരൻ ഈ വിവാഹം മുടക്കിയിട്ടുണ്ടാവുക, ഇതെന്താ ഇങ്ങനെ ഒരു പറച്ചിൽ, അല്ല സുശീല ഇന്ന് എന്നോട് ഇങ്ങനെ ഒരു സംസാരിച്ചു, ഉടൻ തന്നെ സത്യേട്ടനെ അറിയോ, ഇല്ല സത്യേട്ടനെ അറിയില്ല, എന്നാൽ അച്ഛൻ അധികം പ്രതീക്ഷ കൊടുക്കേണ്ട, സത്യേട്ടനെ അറിയാതെയും കണ്ട് ഇനി എൻ്റെ മനസ്സിൽ ഞാൻ ഒരു പ്രതീക്ഷയും കൊടുക്കുന്നില്ല, വിവാഹം മുടങ്ങിയെന്ന് വെച്ച് അച്ഛൻ ടെൻഷനാവൊന്നും വേണ്ട എന്ന് പ്രതിഭ തിരിച്ച് തൻ്റെ അച്ഛനോടും പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഒരു ഗ്ലാസ് പാലുമായി സുശീലയുടെ അടുത്തോട്ട് ഇന്ദ്രൻ വരികയാണ്. അങ്ങനെ ഇന്ദ്രൻ പറയണേ, അമ്മ എന്താ ഒന്നും കഴിക്കാതിരുന്ന്, എനിക്കൊന്നും വേണ്ടാഞ്ഞിട്ടാണ്, അല്ല സോന പറഞ്ഞു ഒന്നും കഴിച്ചില്ല എന്ന്, രാവിലെ എനിക്ക് അമ്മക്ക് കഴിയില്ല, അതുകൊണ്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കൂ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, നീ അതവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെടുത്ത് കുടിച്ചോളാം എന്ന് പറയണേ. ഇതേ സമയം ഇന്ദ്രൻ പറയാണ്, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം, അല്ല ഞാൻ സത്യനെ എങ്ങനെ വെറുതെ വിട്ടാൽ മതിയോ. അപ്പോൾ തന്നെ ഇന്ദ്രൻ പറയാം, ഞാനും അത് പറയാൻ തന്നെയാണ് വന്നത്. അപ്പോൾ നീ എങ്ങനെ ഇതറിഞ്ഞു എന്ന ഭാവത്തിൽ, എന്തായാലും ഈ ദിമ്മൽ പിടിച്ചങ്ങ് കയറാം, എന്തായാലും സുഗന്ധൻ്റെ മകളെ സത്യനെ കൊണ്ട് കെട്ടിപ്പിക്കുന്ന കാര്യം ഇക്കാര്യത്തിൽ അങ്ങ് പറയാം എന്നിങ്ങനെ സുശീല മനസ്സിൽ കരുതുമ്പോൾ ഇന്ദ്രൻ പറയണേ, അമ്മ എങ്ങനെ ഇക്കാര്യം അറിഞ്ഞു എന്ന് ചോദിക്കാനിട്ടാ. അപ്പോൾ ഉടൻ തന്നെ എന്നാ സുധ ഇവിടെ വന്നിരുന്നു, സുധൻ്റെ മകളുടെ വിവാഹം മുടങ്ങിയതൊക്കെ അറിഞ്ഞില്ല, സോന എന്നോട് പറഞ്ഞു, എന്നാൽ അത് കരയാനാണ് ഞാൻ എന്നോട് വന്നത്, പ്രതിഭയും സത്യനുമായി വിവാഹം ഉറപ്പിക്കാം എന്ന് പറയുമ്പോൾ ഇന്ദ്രനാകെ ഞെട്ടിപ്പോകണം കേട്ടോ. ഈശ്വര, താൻ പറയാൻ ഉദ്ദേശിച്ചത് വേറെ, അമ്മ പറയുന്നത് വേറെ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, അമ്മേ എന്താ ഈ പറയുന്നത്, ഇത് സത്യനറിയാതെ എങ്ങനെ കാര്യങ്ങൾ നടക്കും, സത്യനോട് ഇത് പറയണ്ടേ, സത്യനോട് പറയുന്നു വേണ്ട, നമുക്ക് കാര്യങ്ങൾ നീക്കാം എന്ന് സുശീലയും തിരിച്ചു പറയുന്നു കേട്ടോ. അങ്ങനെ തൻ്റെ അമ്മയോട് പറയാനാവാതെ ഇന്ദ്രനെ അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ചിരുവിനെയാണ് കാണിക്കുന്നത്. ചിരു തൻ്റെ അച്ഛന് മരുന്നുമായി വന്നിരിക്കുന്നു. അപ്പോൾ അച്ഛ ഇതാ മരുന്ന്, ഞാൻ നിന്നെ വിളിപ്പിച്ചതാണ്, അനുവിനോട് പറഞ്ഞതാണ്, നീ മരുന്ന് കൊണ്ടുവന്നാൽ മതി, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അച്ഛാ. അതെ, SI വിളിച്ചിരുന്നു. എന്തിനാ അച്ഛാ. അയാൾ പറയുന്നു നീ ഗർഭിണിയാണെന്നുള്ളത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ ചിരി പറയാണ്, എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും മാഷ് പറയണം, വിനയൻ്റെ സമ്മർദ്ദം ചെല്ലുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു എഴുതി ഒപ്പിടൽ, എന്തായാലും നീ ഡിവേഴ്സ് നോട്ടീസ് അയച്ചതല്ലേ,
ശരിയല്ലേ? അപ്പോൾ ഉടൻ തന്നെ ചീരു പറയുന്നത് ശരിയാണ്, ഞാൻ ഡിവേഴ്സ് അയാളെ ഞാനും അയാളൊരു ഡിവേഴ്സ് കിട്ടാതിരിക്കാനാണ് അയാൾ ഇനി ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിധി എന്തായാലും ദൈവം അതിന് തടസ്സമായി നിൽക്കില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ടെൻഷൻ ആവേണ്ട, വഴി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറയാനായിട്ടാ. എന്നാൽ ഈ സമയം മാഷ് പറയുന്നു എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ചീരു പറയാണ് അങ്ങോട്ടേക്ക് പോവാം, അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരും, അത് വേണ്ട അച്ഛൻ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് ചീരുവും പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദുവിനെയാണ് കാണിക്കുന്നത്. ഇന്ദുവും ഗോകുലും സച്ചിയൊക്കെ ഇങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ആകെ ടെൻഷനിൽ സാവിത്രി നിൽക്കുകയാണ്. അപ്പോൾ എന്താ അമ്മേ ഭക്ഷണം കഴിക്കുന്നില്ലേ, എന്താണ് നീ ഈ പറയുന്നത്? ഒരു വിവാഹം മുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഉടൻ തന്നെ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടുന്നില്ല അമ്മേ. അപ്പോൾ ഉടൻ തന്നെ എന്ത് പറയാണ്, ശരിയാണ്, എനിക്ക് ഡോക്ടറും കലക്ടറും ഒന്നുമല്ല വേണ്ടത്, മനുഷ്യ സ്വഭാവം, എന്നെ സ്നേഹിക്കുന്ന ആൾ, സ്വത്ത് സമ്പാദ്യം, അതൊന്നല്ല വേണ്ടത്, എൻ്റെ മനസ്സറിയുന്ന ആൾ. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനതിൻ്റേതായ ഒരു മനസ്സമാധാനം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതല്ല എനിക്ക് ഇപ്പോൾ ടെൻഷൻ. വിവാഹമൊക്കെ സത്യനൊക്കെ നന്നു, പക്ഷെ സത്യൻ്റെ അമ്മ അത് അംഗീകരിക്കാനേ എനിക്ക് കഴിയുന്നില്ല, അതെന്നെ കൊണ്ട് കഴിയില്ല, ചിന്തിക്കാനേ കഴിയുന്നില്ല, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു, അറപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും പുതിയൊരു സുശീലാൻ്റിയെയാണ് നമുക്ക് ഇനി കാണാൻ കഴിയുക എന്ന് ഗോകുൽ പറയുന്നു കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ തകൃതിയായി നടക്കട്ടെ അമ്മേ, അമ്മ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും സച്ചി പറയാം, നീ എന്താടോ നിൽക്കുന്നത്, നീയും ഭക്ഷണം കഴിക്കേ, വിവാഹമൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുമെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ദാസ് ഇങ്ങനെ ഇന്ദ്രനെയും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ കടയിലായിരുന്നു, ഞാൻ എന്താ വിളിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, നിന്നെ സച്ചി കണ്ടില്ലേ, നീ നിൻ്റെ അമ്മയുമായി സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് എൻ്റെ അമ്മയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റിയില്ല, ഇത്ര നിസ്സാര കാര്യമോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണ അത് പ്രശ്നമുണ്ട്, അമ്മ സുധൻ്റെ മകളുമായി പ്രതിഭയും സത്യനുമായി അമ്മ വിവാഹാലോചന നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദാസ് ആകെ ഞെട്ടി നിൽക്കുന്ന സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇന്ദ്രനെ തൻ്റെ അമ്മയോട് പറയാനത് കഴിഞ്ഞില്ല. അമ്മ ആദ്യം തന്നെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം സച്ചി ആണെങ്കിലോ ഇനി സത്യനോട് സംസാരിക്കാൻ നിൻ്റെ അമ്മയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സച്ചി ദാസ് ഒരുപക്ഷെ പോകുന്നുണ്ടാവും. പക്ഷെ അതിന് പിന്നെ ഇന്ദ്രൻ തന്നെ പറയുന്നുണ്ടാവും, പക്ഷെ ഒരു കലാശക്കോട്ടയായിരിക്കും ഉണ്ടാവുക. കാരണം ആദ്യം സച്ചിയുടെ മകളെ ഇഷ്ടപ്പെടുമെങ്കിൽ തനിക്കൊരു അടിമയെ വേണമെന്നുള്ള ആ ഒരു ആഗ്രഹവും പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇങ്ങനെ സ്വത്തിനോടുള്ള ആർത്തിയൊക്കെ ഉണ്ടാവുമ്പോൾ സുധനെ നെയ്സായി ഒഴിവാക്കും. പക്ഷെ പിന്നീട് സച്ചിയുടെ മകളെ കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ അങ്ങ് സുശീലക്ക് തോന്നും. കാരണം സുശീല തന്നെ രണ്ട് കാലിലാണ് നിൽക്കുന്നത്, ഏത് കാലിൽ ചവിട്ടണം ഏത് വഞ്ചിയിൽ ചവിട്ടണമെന്നറിയാതെ സുശീല ഓടിക്കൊണ്ടിരിക്കുന്നത്. പണവും വേണം, എന്നാൽ അടിമയും വേണം, ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി സത്യനിലോട്ട് എത്തുമ്പോഴായിരിക്കും എല്ലാവർക്കും നല്ല തിരിച്ചടി കിട്ടുന്നത് കേട്ടോ. സത്യൻ ഇവരെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ആ ചോദ്യം ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോകുന്ന കിടിലൻ സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചീരുവിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ നീട്ടിക്കൊണ്ട് പോകുന്നത്. അത്രയൊന്നും റീമേക്കിൽ വരുന്നില്ല. ചീരുവിന് ഇങ്ങനെ ഒരു കുഞ്ഞു വരുന്നുണ്ട്, പക്ഷേ അത് അബോർഷൻ ആക്കുന്നത് അത് വിനയിലൂടെ തന്നെയാണ് അബോർഷൻ ആക്കുന്നത്. അതിന് സത്യം കൂട്ടു നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇവിടെ ഇനി എന്തോ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം ഒരു കലാശക്കോട്ട്, അതുപോലെ ഒരു വഴക്കുണ്ടാവുമ്പോൾ ഒരുപക്ഷെ വിനയിൽ നിന്ന് തന്നെ ആ കുഞ്ഞ് ഇങ്ങനെ ചെന്ന് ഇടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചീരുവിനെ തള്ളി മാറ്റുമ്പോൾ ചീരുവിൻ്റെ വയറ് ചെന്ന് ഇടിക്കണം, അങ്ങനെയാണ് അബോർഷന് കാരണമാവുന്നത്. അപ്പോൾ ഉണ്ടാവുമായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.